സർവദ്വാരാണി സംയമ്യ മനോ ഹൃദി നിരുധ്യ ച മൂർധ്യാധായാത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണാം. ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥകടയ്ക്കുകയാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാകരൻ മാം അനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹം സ യാതി പരമാം ഗതിം. ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗം ഉച്ചരിച്ചുകൊണ്ടും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മിക ലോകങ്ങളിലെത്തും, സംശയമില്ല. അനന്യചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ആ ബ്രഹ്മഭുവനാലോകാഃ പുനരാവർത്തിനോർജുന മാമുപേത്യ തു കൗന്തേയ പുനർജന്മ ന വിദ്യതേ. ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം മുതൽക്ക് ഏറ്റവും അധമമായുള്ളതുവരെ ഓരോന്നും ജനനമരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എന്റെ പരമപദത്തിലെത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. സഹസ്രയുഗ പര്യന്തം അഹര്യദ് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാന്താം തേഹോരാത്രവിദോ ജനാഃ. മനുഷ്യഗണിതപ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്. രാത്രിക്കും അങ്ങനെ തന്നെ. അവ്യക്താദ്വ്യക്തയഃ സർവാഃ പ്രഭവന്തി അഹരാഗമേ രാത്ര്യാഗമേ പ്രലീയന്തെ തത്രൈവ വ്യക്ത സംജ്ഞകേ. ബ്രഹ്മദിനാരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തത്തിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു. ഭൂതഗ്രാമഃ സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്ര്യാഗമേ അവശഃ പാർത്ഥ പ്രഭവതി അഹരാഗമേ. വീണ്ടും വീണ്ടും
ബ്രഹ്മദിനാരംഭത്തോടെ സകല ഭൂതജാലങ്ങളും ഉളവാകുന്നു. ബ്രഹ്മനിശാഗമത്തിൽ അവയെല്ലാം നിസ്സഹായരായി നശിക്കുന്നു. പരഃ തസ്മാത്തു ഭാവോऽന്യോ അവ്യക്തോ വ്യക്താഃ സനാതനഃ യസ്യ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്കതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ നിലനിൽക്കുന്നു. അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹുഃ പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തഥാമ പരമം മമ. വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനമെന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് എന്റെ പരമധാമം. പുരുഷഃ സപരഃ പാർത്ഥ ഭക്ത്യാ ലഭ്യഃ ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവം ഇദം തതം. ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തമനായ ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വധാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം. യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതയാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, ഏതേത് കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടിവരില്ല എന്നും ഏതേത് കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണമെന്നുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം. അഗ്നിഃ ജ്യോതിഃ അഹഃ ശുക്ലഃ ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജനാഃ. അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും. ധൂമോ രാത്രിഃ തഥാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിഃ യോഗി പ്രാപ്യ നിവർത്തത്തെ. ധൂമസാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു. അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കുന്നു. ശുക്ലകൃഷ്ണേ ഗതിഹ്യേതേ ജഗതഃ ശാശ്വതേ മതേ ഏകയാ യാതി അനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. ഭൂമിയിൽ നിന്ന് പോകുവാൻ രണ്ട് മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും. വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല. ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ കഴിയൂ. നൈതേ ശ്രുതി പാർത്ഥ ജായതേ
സൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ഈ രണ്ട് വഴികളെയും കുറിച്ചറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന, എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവം ഇദം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപൈതി ചാദ്യം. ഭക്തിമാർഗം സ്വീകരിച്ചതുകൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യും.